നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊരു ഫോമിലാണ് ബ്രൂണോ ഫെർണാണ്ടസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏറ്റവും താഴെയുള്ള ടീമിനോട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറകിൽ പോയ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം. ടീം 4-2 വിജയിച്ചു കയറി. കളിയിലെ 35-ാമത്തെ മിനിറ്റിലാണ് ഒനാനയുടെ മിസ്റ്റേക്ക് അത് മുതലെടുത്തുകൊണ്ട് ഷെഫീൽഡ് ആദ്യ ഗോൾ അടിക്കുന്നത്. പിന്നെ ഹാരി മഗ്വയർ അതിന് മറുപടി കൊടുത്തു. എങ്കിലും വീണ്ടും ബെറേറ്റണിലൂടെ ലീഡ് പിടിക്കുന്നു ഷെഫീൽഡ്. യുണൈറ്റഡിന്റെ ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കുന്ന ഘട്ടങ്ങളായിരുന്നു അതൊക്കെ. കാരണം താഴെ നിൽക്കുന്ന ഒരു ടീം യുണൈറ്റഡിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ച. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് 61-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ടീമിനെ വീണ്ടും ഒപ്പം എത്തിച്ചു. അതിനുശേഷം 81-ാമത്തെ മിനിറ്റിൽ ഒരു ടോപ്പ് ക്ലാസ് ഗോൾ അദ്ദേഹം നേടുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. അവിടം കൊണ്ടും നിർത്തിയില്ല. ഒടുവിൽ ഹോയ്ലൻഡിന്റെ ഗോളിന്റെ അസിസ്റ്റും ബ്രൂണോ ഫെർണാണ്ടസിന്റെ പേരിലാണ്. അങ്ങനെ മിന്നിക്കത്തി കളിച്ചു ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസ്. ഇതിപ്പോ ഇന്നലെ മാത്രമല്ല, പ്രീമിയർ ലീഗിൽ ഇപ്പോ മികച്ച ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി കഴിഞ്ഞിരിക്കുന്നു ഈ സീസണിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ പേരിൽ. അത് മാർട്ടിനോ ഡേഗാർഡിനേക്കാളും കെവിൻ ഡിബ്രൂയിനേക്കാളും കൂടുതലാണ്. KDB പിന്നെ പരിക്കേറ്റ് കുറെ കാലം പുറത്തിരുന്നതാണ്, അത് മറക്കുന്നില്ല. എങ്കിലും മാർട്ടിനോ ഡേഗാർഡിന്റെ പേരിൽ 16 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ പ്രീമിയർ ലീഗ് സീസണിലുള്ളതെങ്കിൽ KDBയുടെ പേരിൽ 9 എണ്ണമാണ്. ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസിന്റെ പേരിൽ 17 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി കഴിഞ്ഞു എന്ന കാര്യം ഓർക്കുക. ഇപ്പം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ മാത്രം നോക്കുക, അവസാനത്തെ 5 മത്സരങ്ങൾ മാത്രം നോക്കുക. 7 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് ബ്രൂണോ ഫെർണാണ്ടസ് സ്വന്തമാക്കിയിട്ടുള്ളത്. 7 ഗോളുകളും 2 അസിസ്റ്റുകളും. ചെൽസിക്കെതിരെ അദ്ദേഹത്തിന്റെ ഗോള്, ലിവർപൂളിനെതിരെ ഗോള്, ബേൺമൗത്തിനെതിരെ ഇരട്ട ഗോളുകൾ, കവൻട്രിക്കെതിരെ അദ്ദേഹത്തിന്റെ വക ഗോളും അസിസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുറത്തു പോയി എന്ന ഘട്ടത്തിൽ നിന്നുള്ള അവരുടെ തിരിച്ചുവരവൊക്കെ അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ 2 ഗോളുകളും 1 അസിസ്റ്റും. സോ വല്ലാത്ത പെർഫോമൻസിലാണ് ഇപ്പൊ ബ്രൂണോ ഉള്ളത്. മിന്നുന്ന ഫോമിലാണ്. ഇപ്പൊ നമ്മൾ ഏപ്രിൽ മാസത്തിന്റെ അവസാനമായി കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞാൽ യൂറോ കപ്പാണ്. യൂറോ കപ്പിലേക്ക് ഈ ഫോം അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പോർച്ചുഗലിന്റെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.